നമ്മളിപ്പോൾ ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പം തിരുവനന്തപുരത്ത് നമ്മൾ നിയമം ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളത് വട്ടിയൂർക്കാവാണ്. രമേശ്, വട്ടിയൂർക്കാവിലെ വോട്ടർ കൂടിയാണ്. അതെ അതെ, വട്ടിയൂർക്കാവിലെ വോട്ടർ കൂടിയാണ്. എങ്ങനെ പോകുന്നു വട്ടിയൂർക്കാവിലെ എന്ന് പറയുന്ന വട്ടിയൂർക്കാവിൻ്റെ സ്വഭാവം വെച്ചിട്ട് കുമ്മനം രാജശേഖരൻ വട്ടിയൂർക്കാവിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വലിയ ത്രികോണ മത്സരം അവിടെ ഉണ്ടായത്. 16-ലല്ലേ? അതെ അതെ, ആദ്യമായിട്ട് അവിടെ ഒരു വലിയ ത്രികോണ മത്സരം ഉണ്ടായത്. കെ മുരളീധരൻ വളരെ ഈസി ആയിട്ട് ജയിക്കുമെന്ന് വിചാരിച്ചിരുന്നിടത്ത് വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം മുരളീധരനെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ മുഖത്തിൻ്റെ പെർഫോമൻസ് മാറുകയുണ്ടായി. അവസാനം എങ്ങനെയോ അന്ന് മുരളീധരൻ ജയിച്ചു. 2ാം സ്ഥാനത്ത് പോയി. മുരളീധരൻ ജയിച്ചു, കുമ്മനം 2ാം സ്ഥാനത്ത്. അന്ന് തിരുവനന്തപുരത്ത് CPM സംസ്ഥാന TN സീമയെ പോലെ അവരുടെ ഏറ്റവും വലിയ മുഖമാണ് അത്തവണ. പാർട്ടിയായിട്ട് വളരെ അടുത്ത് നിന്ന ഒരു മുഖമാണ് മത്സരിച്ചിരുന്നത്. അങ്ങനെ വലിയ സംഘടനാ തലത്തിൽ CPM അത്ഭുതപ്പെടുത്തുന്ന തോൽവിയായിരുന്നു അവിടെ ഉണ്ടായത്, വട്ടിയൂർക്കാവിലുണ്ടായത്. പിന്നെ വട്ടിയൂർക്കാവിലെ സാഹചര്യം നമുക്കറിയാം. പിന്നീട് വട്ടിയൂർക്കാവിലൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു. മുരളീധരൻ അത്തവണ 2ാമത്തെ തവണ ജയിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായതിനു ശേഷം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ BJP ഒരുപാട് പിന്നിൽ പോയി. സുരേഷാണ് മത്സരിച്ചത്. അത്തവണ കുമ്മനം രാജശേഖരനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള സമ്മർദ്ദം അതിശക്തമായിട്ടുണ്ടായിരുന്നു. കുമ്മനമാണ് സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിച്ച് പ്രചരണം പോലും തുടങ്ങിയ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയോ സുരേഷ്, അന്നും കുമ്മനം രാജശേഖരൻ്റെ പേരും VV രാജേഷിൻ്റെ പേരും സുരേഷിൻ്റെ പേരുമാണ് അവിടെ ചർച്ച ചെയ്തത്. പക്ഷേ സുരേഷാണ്, ജില്ലാ പ്രസിഡന്റായ സുരേഷാണ് മത്സരിച്ചത്. പക്ഷേ സുരേഷ് ഒരുപാട് പിന്നിൽ പോയി. അപ്പം ത്രികോണത്തിൻ്റെ നമ്മൾ വോട്ടിംഗ് നില നോക്കി അത്തവണ അവിടെ ഒരു ത്രികോണം ഉണ്ടായിരുന്നില്ല. പിന്നെ കഴിഞ്ഞ തവണ മത്സരിച്ചത് പ്രശാന്ത്, VK പ്രശാന്തും VV രാജേഷും പിന്നെ വീണ നായരുമായിരുന്നു. അപ്പോഴും നമ്മൾ VK പ്രശാന്തിൻ്റെ ഭൂരിപക്ഷം, VK പ്രശാന്ത് അപ്പം മേയർ ബ്രോ എന്ന പേരൊക്കെ വെച്ചിട്ട് വലിയൊരു വിജയം അത്തവണ നേടി. അപ്പോൾ സത്യമായി അത്തവണ 2ാം സ്ഥാനത്തിന് വേണ്ടിയാണ് കടുത്ത മത്സരം വട്ടിയൂർക്കാവിൽ ഉണ്ടായത്. പക്ഷേ അതിൽ വിജയിച്ചത് VV രാജേഷാണ്. അങ്ങനെ BJP വീണ്ടും 2ാം സ്ഥാനത്ത് VV രാജേഷിനോട്. പക്ഷേ വളരെ കുറച്ച് വോട്ട് വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഇത്തവണ എന്ന് പറഞ്ഞാൽ വട്ടിയൂർക്കാവിൻ്റെ ഒരു സ്വഭാവം മാറുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെന്ന് പറഞ്ഞാൽ വട്ടിയൂർക്കാവിൽ BJP പ്രതീക്ഷിക്കാത്ത തരത്തിൽ വിജയം നേടി. BJP മാത്രമല്ല, വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത ഫലം നോക്കിയാൽ BJPയും കോൺഗ്രസുമാണ് ഈ മേഖലയിൽ പ്രദേശത്തിൽ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയത്. ഇപ്പം കവടിയാറിൽ ശബരിനാഥ് ജയിക്കുന്നു, മുട്ടടയിൽ വൈഷ്ണവ് CPM കോട്ടയിൽ വൈഷ്ണവ് സുരേഷ് വിള്ളലുണ്ടാക്കുന്നു. അങ്ങനെ അത്ഭുതകരമായ വിജയങ്ങൾ ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽപ്പെടുന്ന വാർഡുകളിൽ അവരും ഉണ്ടാക്കിയിട്ടുണ്ട്. BJP എന്ന് പറഞ്ഞാൽ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന അവരുടെ പ്രധാന കോർ മേഖല, അവിടുത്തെ എല്ലാ വാർഡുകളും തൂത്തുവാരി. ഇപ്പോൾ വാഴോട്ടോണം പോലൊരു വാർഡിൽ BJP ജയിക്കുമെന്ന് ആരും വിചാരിച്ചല്ല. പക്ഷേ സുഗതൻ എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി അത്ഭുതകരമായ വിജയമാണ് ഉണ്ടാക്കിയത്. അവിടെ ആ മേഖലയിൽ എനിക്ക് തോന്നുന്നു 6 വാർഡുകളിൽ ഒരെണ്ണം മാത്രമാണ് അവിടെ BJPക്ക് നഷ്ടമായത്. ബാക്കിയെല്ലാം VV രാജേഷ് മത്സരിച്ച കൊടുങ്ങാനൂർ. അപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പത്തിൽ BJPക്ക് വലിയ മുൻതൂക്കം ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ വോട്ട് കണക്കിൽ ആദ്യമായിട്ട് തദ്ദേശത്തിൽ അവിടെ ലീഡ് ചെയ്യുന്നൊരു അവസ്ഥ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഈ വട്ടിയൂർക്കാവിൻ്റെ സ്വഭാവം. പിന്നെ VK പ്രശാന്താണ്. VK പ്രശാന്തിന് ഇപ്പോഴത്തെ VK പ്രശാന്തിൻ്റെ ഒരു അവസ്ഥ, പലരും പഴയതുപോലെ ഒരു മുൻതൂക്കം VK പ്രശാന്തിനുണ്ടോ എന്നൊരു സംശയം തോന്നുന്നു. BJPയുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെ അല്ല, അവിടെ പ്രശാന്തിനെതിരെ ഒരു വിഷയം കൂടെ ഉണ്ട്. വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ തന്നെയുള്ളൊരു മുസ്ലിം പള്ളിയുണ്ട്. ഈ പള്ളിയുടെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് അത് വട്ടിയൂർക്കാവ് മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമാണ് ആ സ്ഥലമെടുപ്പ്. നേരത്തെ K മുരളീധരൻ MLA ആയിരുന്നപ്പോഴാണ് ഈ പദ്ധതി തുടങ്ങുന്നത്. അപ്പോൾ ഇവർ പറയുന്നതനുസരിച്ച് K മുരളീധരൻ്റെ കാലത്ത് ഈ പള്ളിക്ക് കോട്ടമുണ്ടാക്കാത്ത തരത്തിലായിരുന്നു ഈ റോഡിൻ്റെ അലൈൻമെൻറ്റ്. പക്ഷേ ഇപ്പോൾ അലൈൻമെൻറ്റ് മാറി. അവിടെ അവർ ഈ അലൈൻമെൻറ്റിനെതിരെ ശക്തമായ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം VK പ്രശാന്തിന് നെഗറ്റീവായിട്ടുള്ള ഘടകമാണ്. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ K മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തി വട്ടിയൂർക്കാവിൽ തന്നെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പുള്ളി MB ആയി പോയെങ്കിലും വട്ടിയൂർക്കാവിൽ എല്ലാ കാര്യങ്ങൾക്കും, മരണത്തിനും കല്യാണത്തിനും നൂലുകെട്ടിനും എല്ലാം അപ്പോഴും ഈ മുരളീധരൻ എന്ന് പറഞ്ഞ വ്യക്തി വളരെ സ്വാധീനം അവിടെ തന്നെ ഉണ്ടായിരുന്നു. പുള്ളി അവിടെ തന്നെ നമുക്കറിയാം. ആ പുള്ളി അവിടെ ഈ വടകരയുടെ MB ആയിരിക്കുമ്പോഴും വട്ടിയൂർക്കാവിൽ പുള്ളി കളഞ്ഞിട്ട് പോയിരുന്നില്ല. പുള്ളി ബേസ് ഉണ്ടാക്കി, പുള്ളി സംഘടനാ പ്രവർത്തനം അവിടെ കൃത്യമായി തന്നെ നടത്തിയിരുന്നു. പാർട്ടിക്ക് ഓഫീസുകൾ പല സ്ഥലത്തും പുള്ളി ഉണ്ടാക്കി കൊടുത്തു. അപ്പം പുള്ളിയുടെ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് BJP തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്രയേറെ വോട്ടുകളുടെ മുൻതൂക്കം നേടിയിരിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു വലിയ ഫൈറ്റ്, ഒരു യഥാർത്ഥ ത്രികോണം. ഞാൻ കാണുന്നത് നിയമത്തിനേക്കാൾ വലിയ ത്രികോണം ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഇതിനകത്ത് ഈ സ്ഥാനാർത്ഥി BJPയുടെ R ശ്രീലേഖയാണ്. നമ്മളിപ്പം ഉദ്ദേശിച്ച അവർ കൗൺസിലറായിട്ട് മത്സരിച്ചു കോർപ്പറേഷനിൽ.
അപ്പോഴും ഒരു വിജയപ്രതീക്ഷ ആരും വെച്ച് പുലർത്തിയിരുന്നില്ല ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം ഈ പറയുന്ന ഈ ത്രികോണ മത്സരത്തിൽ ശ്രീലേഖ അത്ഭുതം കാണിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ശ്രീലേഖ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കവടിയാർ ജയിച്ചു. കവടിയാർ ഒരു BJP-യുടെ വാർഡായിരുന്നു. BJP-യുടെ കുറച്ച് 2 കൊല്ലം BJP അവിടെ ശ്രീലേഖയ്ക്കെതിരെ ഒരുപാട് നെഗറ്റീവ് പ്രചരണമൊക്കെ നടത്തിയെങ്കിലും അവർ അതിനെ അതിജീവിച്ച് തന്നെയാണ് നല്ല മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പക്ഷേ ഇതൊരു കൗൺസിൽ ഇലക്ഷനാണ്. ആ കൗൺസിലർ ഇലക്ഷൻ കഴിഞ്ഞ് ഇത് ഒരു നിയമസഭാ ഇലക്ഷനാണ്. കൗൺസിൽ ഇലക്ഷന് ശ്രീലേഖയ്ക്ക് നല്ല പിന്തുണ ഉണ്ടായിരുന്നു സംഘടനയുടെ, അതായത് BJP-യുടെ പിന്തുണ. കാര്യം രാജീവ് ചന്ദ്രശേഖറുണ്ട്, S സുരേഷ് ഉണ്ട്, ഇവരുടെ എല്ലാം പ്രത്യേക ശ്രദ്ധ ഈ ഉണ്ടായിരുന്നു. കാര്യം മേയറെ ആക്കണമെന്ന് അവർ രണ്ടുപേരും ആഗ്രഹിച്ചതൊന്നും പ്രത്യേക ശ്രദ്ധ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ സംഘടനാപരമായിട്ട് നല്ല വർക്ക് അവിടെ നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വട്ടിയൂർക്കാവിൽ വരുമ്പോൾ നമ്മൾ ഈ സംഘടനാ വർക്ക് അവിടെ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ശ്രീലേഖയ്ക്ക് എന്തായാലും പാർട്ടി പ്രവർത്തനം അറിയത്തില്ല, അവർക്ക് സംഘടനാപരമായി അറിയത്തില്ല എന്നുള്ളതാണ്. സിവിൽ സർവീസിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അതിന് സംഘടനാ പ്രവർത്തനം അറിയത്തില്ല. ഈ സംഘടനാ പ്രവർത്തനം എങ്ങനെ വട്ടിയൂർക്കാവിൽ ഉണ്ടാകും എന്നുള്ളതാണ് ശ്രീലേഖയ്ക്ക് ഏറ്റവും വലിയ നിർണായകം. ഇതിൽ ശ്രീലേഖയ്ക്ക് വെല്ലുവിളിയാവുന്ന ഘടകങ്ങളെന്ന് പറഞ്ഞാൽ ശ്രീലേഖയുടെ വട്ടിയൂർക്കാവിന് ചുറ്റും 4 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഒന്ന് നേമമാണ്, ഒന്ന് കഴക്കൂട്ടമാണ്, ഒന്ന് കാട്ടാക്കടയാണ്, ഒന്ന് നെടുമങ്ങാടാണ്. നേമത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിലെ സംഘടനാ സംവിധാനം മുഴുവൻ അവിടെ പോകും. പിന്നെ നമുക്കറിയാം കേരളത്തിലെ BJP-യിലെ 2 പ്രധാന ഗ്രൂപ്പ് മുരളീധരനും കൃഷ്ണദാസുമാണ്. രണ്ടുപേരും മത്സരിക്കുന്നുണ്ട്. അവരെ അണികൾ ഇവിടെയുണ്ട്, അവരിവിടെ പോകും. ജെൻസി പയ്യന്മാര് യുവരാജ് ഗോകുലാണ് നെടുമങ്ങാട് മത്സരിക്കുന്നത്, അങ്ങോട്ടും പോകും. പ്രവർത്തനത്തിന് നാഥൻ ഉണ്ടാകുമോ എന്നുള്ളതാണ്. RSSന് ഇതിനെല്ലാം മറികടക്കാനുള്ള സംവിധാനം ഉണ്ട്. അവരത് വട്ടിയൂർക്കാവിലേക്ക് കൊണ്ടുവരുമോ അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഈ ശ്രീലേഖയ്ക്ക് വോട്ട് കിട്ടുന്നതിൽ ഘടകമാണ്. കാര്യം ഞാനിത് പറയാൻ കാരണം, കുമ്മനം രാജശേഖരൻ മത്സരിച്ചിട്ട് സുരേഷ് വന്നപ്പം അവിടെ ഈ ഇത്തരം സംവിധാനങ്ങളൊന്നും വേണ്ട രീതിയിൽ വർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വോട്ട് 26,000 27,000 ആയിട്ട് കുറഞ്ഞ് 3-ാം സ്ഥാനത്ത് ബഹുദൂരം പിന്നിപ്പോയത്. പക്ഷേ ഇപ്പോൾ ഒരു പ്രസ്റ്റീജ് മത്സരം നടക്കുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യൂല എന്ന് തന്നെ വിചാരിക്കാം. കാര്യം സുരേഷ് മത്സരിച്ചപ്പോൾ പോലെയല്ല, ഇപ്പം അടിസ്ഥാനപരമായ വോട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP കിട്ടിയിട്ടുണ്ട്. ഈ വോട്ടുകൾ ശ്രീലേഖയ്ക്ക് സമാഹരിക്കാൻ പറ്റിയാൽ ശ്രീലേഖയ്ക്കും വലിയ ഫൈറ്റ് അവിടെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ശരിക്കും ഇപ്പം കെ മുരളീധരൻ കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് പോയിടത്തു നിന്നാണ് ഇപ്പം 1-ാം സ്ഥാനത്തേക്ക് വരാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വീണ നായരും 3-ാം സ്ഥാനത്ത് പോയതാണ്. അപ്പം മുരളീധരൻ നേരത്തെ ഈ ഇവിടുത്തെ MLA അല്ലായിരുന്നു, 2 തവണ MLA ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇതുള്ളത് കൊണ്ട് മണ്ഡല പുനർനിർണയത്തിന് ശേഷം MLA ആളല്ലേ? അതെ. അപ്പോൾ ഈ ഇത്തവണ വട്ടിയൂർക്കാവ് മണ്ഡലം ഉണ്ടാവുന്നത് മണ്ഡല പുനർനിർണയത്തിന് ശേഷമാണ്. നേരത്തെ ഇത് തിരുവനന്തപുരം നോർത്ത് എന്ന് അറിയപ്പെടുന്ന ഒരു മണ്ഡലമായിരുന്നു. ഈ നോർത്ത് എന്ന് പറയുന്ന മണ്ഡലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നോർത്തിൽ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 4 ജയിച്ചത് M വിജയകുമാറായിരുന്നു. കാർത്തികേയനെ തോൽപ്പിച്ചാണ് അദ്ദേഹം ഈ തേരോട്ടം തുടങ്ങുന്നത്. ഒരു CPM-ന് ഒരു സ്വാധീനമില്ലാത്ത ഒരു സ്ഥലത്ത് വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം വിജയകുമാർ 4 തവണ വിജയിച്ചു. ഒരു തവണ അദ്ദേഹം തോറ്റതെന്ന് പറഞ്ഞാൽ CPM-ലെ ഗ്രൂപ്പ് കളികൾ കാരണമാണ്. ഒരു പോസ്റ്റർ വിവാദമൊക്കെ ഉണ്ടാവുകയും അവിടെ റിപ്രോഗ്രാഫിക് സെന്ററിൽ പുള്ളിയുടെ പോസ്റ്റർ പിടിച്ചെടുക്കുകയൊക്കെ ബന്ധപ്പെട്ട ഒരു വലിയ വിവാദം ഉണ്ടായും. പാർട്ടിക്കകത്ത് ചില ക്ഷുദ്രശക്തികൾ എന്ന് അദ്ദേഹം പ്രവർത്തിച്ചതുകൊണ്ട് പുള്ളി തോറ്റാണ്. വീണ്ടും അദ്ദേഹം ജയിച്ചു. അതിനുശേഷമാണ് ഇതിൻ്റെ പേര് മാറുകയും ഇത് വട്ടിയൂർക്കാവ് ആയി മാറുകയും ചെയ്യുകയും പിന്നെ എനിക്ക് തോന്നുന്നു ചെറിയാൻ ഫിലിപ്പാണ് ഈ വിജയകുമാറിന് ശേഷം ഇടത് സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു. അത്ര മുരളീധരൻ വരുന്നു, മുരളീധരൻ ജയിക്കുന്നു. പിന്നെ സീമയെ കൊണ്ടുവന്നിട്ടും അവർക്ക് പറ്റിയില്ല, പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് ആ മണ്ഡലത്തിന്റെ ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡലം ഇടതിന് കിട്ടുന്നു, അത് അവർ നിലനിർത്തുന്നു. അതിന് കാരണം എന്ന് പറഞ്ഞാൽ M വിജയകുമാറിനെ പോലെ M വിജയകുമാർ ഒരു യുവാവായിട്ടാണ് ഇവിടെ ഈ വട്ടിയൂർക്കാവിൽ ചൂടുറപ്പിക്കുക. അന്ന് യുവാവായിരുന്ന വിജയകുമാർ എന്ന് പറഞ്ഞ നേതാവിന് തിരുവനന്തപുരത്ത് വലിയൊരു കരിഷ്മ ഉണ്ടായിരുന്നു. ഇതേ കരിഷ്മ പ്രശാന്തിന് മേയർ എന്ന നിലയിൽ ഉണ്ടാക്കാൻ പറ്റിയിരുന്നു. ഈ കരിഷ്മയുമായിട്ട് വന്നിട്ടാണ് CPM-ന് സത്യം പറഞ്ഞാൽ സംഘടന, നമ്മൾ ഇവിടുത്തെ ജാതി മത രാഷ്ട്രീയമൊക്കെ നോക്കിയാൽ CPM-ന് അങ്ങനെ പെട്ടെന്ന് ജയിക്കാൻ പറ്റുന്ന മണ്ഡലമല്ല. പക്ഷേ ഇതിനെല്ലാം ഈ കരിഷ്മ വെച്ചിട്ടാണ് വിജയകുമാറിനെ പോലെ, വിജയകുമാർ ഒരു വന്ന സമയത്തൊരു സൗമ്യനാണല്ലോ, അതേ സൗമ്യതയുമായിട്ടാണ് പ്രശാന്ത് 2 തവണയും ജയിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തവണ ഇഞ്ചോടിഞ്ച് മത്സരമാണ്. ആര് ജയിക്കും എന്നുള്ളത് ഇപ്പോഴും പറയാൻ സാധിക്കില്ല. 3 പേർക്കും വിജയസാധ്യതയുണ്ട്. യഥാർത്ഥ ത്രികോണ മത്സരം നടക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഭരണവിരുദ്ധ വികാരം ആണ് ഈ അതായത് സെക്രട്ടേറിയറ്റിനോട് ചേർന്ന് നിൽക്കുന്ന തിരുവനന്തപുരം നഗരത്തിലെ ഒരുപാട് സർക്കാർ ജീവനക്കാർ ഉള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ ഈ ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ സാധാരണക്കാരായ ഒരുപാട് പേരുള്ള ഒരു മണ്ഡലമാണ്. വികസനത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വട്ടിയൂർക്കാവ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. ഈ ഭരണവിരുദ്ധ വികാരം
കേരളത്തിലുണ്ടെങ്കിൽ അത് ആഞ്ഞടിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്ന് വട്ടിയൂർക്കാവാണ്. ആ ഭരണവിരുദ്ധ വികാരം ആർക്കായിരിക്കും നേട്ടം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ അതിനകത്ത് അറിയാനുള്ളൂ. പ്രശാന്ത് അങ്ങനെ ഈസി ആയിട്ട് ജയിക്കാൻ സാധ്യത തീരെ കുറവാണ്. സാധ്യതയില്ല. അതിശക്തമായ മത്സരം. കെ മുരളീധരൻ നേരത്തെ തന്നെ സ്വന്തം മണ്ഡലം സ്വന്തമാക്കിയ ആളാണ്. ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം ശ്രീലേഖ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിക്കാൻ കഴിവുള്ള ഒരു സ്ഥാനാർത്ഥിയാണെന്ന് ഓൾറെഡി കാണിച്ചു തന്നു. ആണ് അവിടെ RSS അല്ല BJPക്ക് വോട്ടുണ്ടെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായി. അതെ, അവർ എത്രയും വോട്ട് കിട്ടും, ആ വോട്ട് നിലനിർത്താൻ പറ്റിയാൽ അവർക്കും അത്ഭുതം കാണിക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വട്ടിയൂർക്കാവിൽ എന്ത് സംഭവിക്കാം, ആര് ജയിച്ചാലും അത് അത്ഭുതപ്പെടാനില്ല. ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ വിജയിക്കും.